ഹലോ ഗൈസ്, ചെമ്മന്നീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രേവതിയും സച്ചിയും ഒഴിവാക്കാനായിട്ട് മാക്സിമം നോക്കുന്നുണ്ട് ശ്രുതി. പക്ഷേ രേവതി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ നിന്നതുകൊണ്ട്, അവർക്കാണെങ്കിൽ ആരുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയും. എന്നിട്ട് സച്ചിയെ വിളിച്ചുകൊണ്ട് രേവതി അകത്തേക്ക് അങ്ങ് പോവാണ്. വിമലാൻറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ശ്രുതിയുടെ അമ്മയ്ക്ക് കേട്ടോ. ശ്രുതിയുടെ അമ്മ പറയും, പിന്നെ കഴിച്ചോളാം മോനെ, തൽക്കാലം നിങ്ങൾ രണ്ടുപേരും ഇനി ഇവിടെ നിൽക്കണ്ടല്ലോ എന്നൊക്കെ പറയും. അത് സാരമില്ല, ഡോക്ടർ വന്നിട്ട് എന്താ കാര്യം പറയുന്നൊക്കെ കേട്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളെന്ന് രേവതി സച്ചിയും കൂടെ പറയുന്നുണ്ട്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആദ്യം കണ്ണ് കളിക്കുകയാണ്. എന്നിട്ട് അമ്മൂമ്മയെന്നൊക്കെ വിളിക്കും. അന്നേരം വിമലയ്ക്കും സച്ചിക്കും രേവതിക്കും എല്ലാം സന്തോഷമാകുന്നുണ്ട്. മോനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ മോനെ എന്നൊക്കെ ചോദിക്കും. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, മുഖത്ത് എന്താ കെട്ടിവെച്ചിരിക്കുന്നത്, എനിക്ക് ഇരുട്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, മോനെ കുഴപ്പമൊന്നുമില്ല മോന്, കണ്ണിലൊരു ചെറിയ പരിക്ക് പറ്റി അതിൻ്റെയാണ് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതാണ്. അയ്യോ രേവതി ആൻറ്റിയാണോ വന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സച്ചിയങ്ങളും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. സച്ചിയങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവരെ തിരിച്ചറിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം ഇവർക്കുണ്ട്. അന്നേരം ഇവർ പറയും, മോൻ ഇനി സങ്കടപ്പെടുകയൊന്നും വേണ്ട, കളിക്കാൻ നേരത്ത് കണ്ണിലൊരു കെട്ട് കെട്ടിയതായിട്ട് വിചാരിച്ചാൽ മതി, 2 ദിവസം കഴിയുമ്പോൾ മാറിക്കോളൂ, നമുക്ക് ഡോക്ടർ അങ്കിളിനോട് ചോദിച്ചിട്ട് പോകാം കേട്ടോ എന്നൊക്കെ പറയും. ആ ഡോക്ടർ അങ്ങോട്ട് വരുമ്പോൾ ഡോക്ടർ ആദ്യമായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്കിളെ എനിക്ക് കണ്ണ് കാണാൻ പറ്റുമോ, എല്ലാവരെയും കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ഒരു കുഴപ്പമില്ല, 2 ദിവസം കഴിയുമ്പോഴത്തേന് എന്നെ വന്ന് കണ്ടാൽ മതി, മോൻ്റെ കണ്ണിലെ കെട്ട് അന്നേരം നമ്മൾ അഴിക്കാം കേട്ടോ, അന്നേരത്തേന് മോൻ എല്ലാവരെയും കാണാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് വിമലയോട് പറയുന്നുണ്ട്, 2 ദിവസം കഴിയുമ്പോഴത്തേന് എന്നെ വന്ന് കണ്ടാൽ മതി, ഇപ്പം കുഴപ്പമൊന്നുമില്ല, അന്നേരത്തേന് കണ്ണിലെ കെട്ടൊക്കെ എടുക്കാൻ മരുന്നൊക്കെ തരുന്നത് കറക്റ്റായിട്ട് കഴിച്ചാൽ മതി എന്നൊക്കെ പറയും. സച്ചി അപ്പം രേവതിയോട് പറയും, ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം, നിങ്ങളെല്ലാം പായ്ക്ക് ചെയ്യുക കേട്ടോ എന്ന്. അന്നേരം വിമല രേവതിയോട് പറയുന്നുണ്ട്, മോളെ എനിക്കൊന്ന് അർജൻറ്റായിട്ട് ഫോൺ വിളിക്കണം, അതുകൊണ്ട് ഞാനൊന്ന് പുറത്തോട്ട് പോകാമെന്ന് പറയും. തന്നെ ആൻറ്റി ഞാൻ ആദ്യക്ക് ഫുഡൊക്കെ കൊടുത്തോളാമെന്ന് പറയും. എന്നിട്ട് ഉടനെ തന്നെ വിമല ശ്രുതിയെ വിളിച്ച് പറയുന്നുണ്ട്, ഡിസ്ചാർജായി 2 ദിവസം കഴിയുമ്പോൾ വന്ന് ഡോക്ടറെ കണ്ടാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞെന്ന്. എന്നാൽ അമ്മ അവിടെ തന്നെ അങ്ങ് കഴിയുക, ഹോസ്പിറ്റലിൽ ഒരു റൂം എടുക്കും, ഞാൻ പൈസ തരാം, അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമിലേക്ക് വൈകിട്ട് ഞാൻ വരികയും ചെയ്യാം, എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഞാൻ അവിടെ വരാം എന്നൊക്കെ പറയും. അത് നോക്കട്ടെ മോളെ എന്നൊക്കെ വിമല പറയുന്നുണ്ട്. ആ സമയത്ത് സച്ചി അങ്ങോട്ട് കയറി വരികയാണ്. സച്ചി ചോദിക്കും, എന്താ ആൻറ്റി എങ്ങോട്ടാ, ബില്ലടയ്ക്കാൻ പോവുകയാണെങ്കിൽ അതിനൊന്നും വേണ്ട കേട്ടോ, ഞാൻ ബില്ലടച്ചെന്ന് പറയും. അതൊന്നും വേണ്ടായിരുന്നു മോനെ എന്ന് പറയും. അതൊന്നും സാരമില്ല ആൻറ്റി വരാൻ പറഞ്ഞ് ഇവരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. രേവതിയോട് സച്ചി പറയുന്നുണ്ട്, ഞാൻ ബില്ലൊക്കെ അടച്ചെന്ന്, ഒരുപാട് രൂപയായോ സച്ചി ഏട്ടാന്ന് ചോദിക്കും. ഇല്ല, നമ്മളെ കൊണ്ടാകുന്ന പരുവത്തിലൊക്കെ ആയിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. എന്നാൽ പിന്നെ നമുക്ക് പോകാം ആൻറ്റി എന്ന് പറയും. ഞങ്ങളെന്നാൽ ഈ ഹോസ്പിറ്റലിൽ തന്നെ 2 ദിവസം കൂടെ തങ്ങാനാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ടൊക്കെ പിന്നെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന്. അതൊന്നും വേണ്ട ആൻറ്റി, ഇപ്പോൾ ഹോസ്പിറ്റലിലെ സൗണ്ടൊക്കെ ഇവനാകെ അരോചകമായിരിക്കും, അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയും. ഞങ്ങളുടെ വീട് ഇവിടെ അടുത്തുള്ളപ്പോൾ എന്തിനാ ആൻറ്റി വേറെ റൂമൊക്കെ തപ്പുന്നത്, ഹോട്ടലിലോട്ടും പോകണ്ട, ഹോസ്പിറ്റലിലും തങ്ങണ്ട, വരാൻ പറയും. അത് ശരിയാകില്ല മോനെ, ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് വിമല അങ്ങ് ഒഴിവ് കഴിവ് പറയുകയാണ് ശ്രുതിയുടെ വീട്ടിലേക്കല്ലേ കയറി ചെല്ലുന്നത്. അതൊന്നും സാരമില്ല ആൻറ്റി, അങ്ങ് വന്നാൽ മതി, ഇവനെ ഞങ്ങൾ നോക്കിക്കോളാമല്ലോ, അവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. അത് വേണ്ട മോളെ, പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് വിമല നിൽക്കുന്നത്. ഒന്നും സാരമില്ല മോനെ, വരാൻ സമ്മതമാണോന്ന് സച്ചി ആദ്യോട് ചോദിക്കുന്നുണ്ട്. പോകാം അങ്കിളെന്ന ഉടനെ രേവതിയോടും സച്ചിയോടുമായിട്ട് ആദ്യം പറയും. അത് കേൾക്കുമ്പോഴത്തേന് പറയും, എന്നാൽ വാ നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവരെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുവാണ്. ഈ സമയം ശ്രുതി വിമലയെ ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഓർക്കുന്നുണ്ട്, അവർ ഡിസ്ചാർജ് ആയെന്നാണല്ലോ അമ്മ പറഞ്ഞു തന്നിട്ട് തന്നെ അമ്മ ഫോൺ എടുക്കാത്തെന്ന്. ഇനിയിപ്പം സച്ചിൻ രേവതിയെ കൂടെ ഉണ്ടായിരിക്കുമോ, അതുകൊണ്ടായിരിക്കുമോ എന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ശ്രുതി ബാ നമുക്ക് ഫുഡ് കഴിക്കാം, നമുക്ക് ഇനി ഷോപ്പിൽ പോകണ്ടല്ലേ എന്നൊക്കെ പറയും. എനിക്ക് വിശക്കുന്നില്ല ശ്രുതി പറയുന്നു. അന്നേരത്തേന് ശ്രുതി പറയുന്നുണ്ട്, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്, നീ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വന്നപ്പം തൊട്ട് നീ വേറെ ആളാണല്ലോ, എന്ത് പറ്റി നിനക്കെന്നൊക്കെ ചോദിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വിശക്കുന്നില്ല, അത്രേ ഉള്ളൂ, ശ്രുതിക്ക് എന്നെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ എന്നൊക്കെ ചോദിച്ച് ശ്രുതി അങ്ങ് ചൂടാകുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ വന്ന് കഴിച്ചോളാം, ശ്രുതി അങ്ങോട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫോൺ വിളിക്കുകയാണ് ശ്രുതി നിന്ന്. അതിലൊന്നും ഫോൺ കണക്റ്റ് ആകുന്നില്ല. രേവതി ഹോസ്പിറ്റലിൽ പോയ കാരണം ചന്ദ്രമതിയാണ് ഫുഡെല്ലാം ഉണ്ടാക്കി. എന്നിട്ട് രവീന്ദ്രനെ കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും പറ്റത്തില്ല, അവൾ ഇന്ന് രാവിലെയോ ഉണ്ടാക്കിയില്ലല്ലോ ഒന്നും, അത് കാരണം ഇപ്പം കഴിക്കുന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേന് ശ്രീകാന്തും വർഷം കയറി വരും. എന്താ അമ്മ എന്തിനാ ഞങ്ങളെ വിളിച്ച് വരുത്തിയെന്നൊക്കെ ചോദിക്കും. രാവിലെ നിങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ, പുറത്തുനിന്നല്ലേ കഴിച്ചത്, അതുകൊണ്ട് ഉച്ചക്കത്തെ പുറത്തുനിന്ന് കഴിക്കേണ്ട, അതിന് വേണ്ടി വിളിച്ചാന്നൊക്കെ പറയും. അവർ ഇടത്തേക്ക് വയ്യാഞ്ഞിട്ടല്ലേ അമ്മയെ ഉണ്ടാക്കാഞ്ഞതെന്നൊക്കെ പറയും. അങ്ങനെയൊന്നും ഇല്ല, അവൾ ചുമ്മാ കറങ്ങാൻ പോയതായിരിക്കും, ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് എന്നൊക്കെ പറയും.
അപ്പോൾ വർഷ പറയുന്നുണ്ട് എങ്ങനെയുണ്ട് ചേച്ചിക്കെന്ന്. അതൊന്നും എനിക്കറിയത്തില്ല, ഞാനൊന്നും തിരക്കിയില്ല, അവളുടെ ഭർത്താവൂടെ പുറത്തൊക്കെ കറങ്ങാൻ പോയിരിക്കുക എന്നൊക്കെ പറയും. ആ സമയത്ത് അങ്ങോട്ട് ശ്രുതി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ പറയും, ഓ നിനക്കെന്താ ഒരു വല്ലാഴിക പോലെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഉടനെ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി. ഓ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആൻറ്റി എന്ന് പറയും. എന്നാൽ ഫുഡ് കഴിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് രേവതി അങ്ങോട്ട് കയറി വരും. വന്നല്ലോ, ഭർത്താവുമായിട്ട് കറക്കമൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കും. അന്നേരത്തേനും ഉടനെ രേവതി പറയും, കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ എന്നെ മരുന്നൊക്കെ തന്നു എന്നൊക്കെ പറയും. എന്നിട്ട് തിരിഞ്ഞ് നിന്ന് വാ ആൻറ്റി എന്ന് പറയുമ്പോഴത്തേന് വിമല അങ്ങോട്ട് കയറി വരികയാണ്. അത് കാണുമ്പോഴത്തേന് ശ്രുതി അങ്ങ് ഞെട്ടിപ്പോവാണ്. അമ്മ ഇങ്ങോട്ട് വരുമെന്ന് ഒട്ടും വിചാരിച്ചില്ലല്ലോ. അപ്പം വിമലയ്ക്കും അങ്ങ് എന്തോ എങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നെന്നുള്ള രീതിയിൽ. പക്ഷേ രവീന്ദ്രൻ സന്തോഷത്തോടെ കയറി വാ എന്നൊക്കെ പറഞ്ഞ് വിമലയെ ക്ഷണിക്കുന്നുണ്ട്. അപ്പം ശ്രുതി ഓർക്കുന്നുണ്ട്, രേവതി അങ്ങനെ സത്യം അറിഞ്ഞു കാണുമോ, അതുകൊണ്ടാണോ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോഴത്തേന് രേവതി എന്ന ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളൊക്കെ രവീന്ദ്രനോട് പറയുന്നുണ്ട്. അപ്പോഴത്തേന് ചന്ദ്രമതിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതൊന്നും പറ്റത്തില്ല, ഇങ്ങോട്ട് ആരെയും കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പം സച്ചി കുഞ്ഞുമായിട്ട് അങ്ങോട്ട് കയറി വരുവാണ്. ശ്രുതിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. നേരത്തേന് കുഞ്ഞിനെ കൂടെ കണ്ടു കഴിയുമ്പോൾ ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരുവാണ്. എന്തിനാ ഇവരെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇവിടെ ഒന്നാമതേ ബാക്കിയുള്ളവർക്ക് പോലും കിടക്കാൻ ഇടയില്ല, അതിൻ്റെ പേര് ഇവിടെ പല പ്രശ്നങ്ങളും നടക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വർഷയും ശ്രീകാന്തും ഒക്കെ പക്ഷേ സന്തോഷത്തോടു കൂടിയാണ് ഇവരെ നോക്കി നിൽക്കുന്നതൊക്കെ. എന്താ പറ്റി കുഞ്ഞിന്, എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിങ്ങനെ ഉടനെ രവീന്ദ്രൻ കുഞ്ഞിനെ നോക്കുന്നൊക്കെ ഉണ്ട്. കാരണം പറയും, ഇങ്ങനെ കുഞ്ഞ് കളിച്ചുകൊണ്ടിരുന്നതിനിടയിൽ ഒരു കാറിന് മുമ്പിലിട്ട് ചെന്ന് വീണു, അപ്പോൾ അങ്ങനെ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായില്ല, എന്നാലും കണ്ണിൽ എന്തോ പരിക്കുണ്ട്, അതിന് വേണ്ടി വന്നാന്നൊക്കെ പറയും. എന്തിനാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അവരെവിടെയെങ്കിലും കഴിഞ്ഞോളുകയില്ലായിരുന്നു, ഇതെന്നാ സത്രമാണോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് ചന്ദ്രമതി. അന്നേരം വിമല പറയും, നിങ്ങളായിട്ട് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഞങ്ങളങ്ങ് പോയേക്കാം എന്നൊക്കെ പറയും. ശ്രുതിക്കാണെങ്കിൽ അമ്മ വന്ന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഉടനെ സച്ചി പറയും, അതൊന്നും പറ്റത്തില്ല, ഇവർക്ക് പരിചയക്കാർ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അത് കാരണം ഇവരെ കണ്ടപ്പോൾ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോരാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ പറയും. ഇവിടെ നമ്മുടെ ഈ വീട്ടിൽ ഒരു 2 ദിവസം അവരൊന്നും നിന്നിട്ട് അങ്ങ് പൊക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പറ്റത്തില്ല, ഈ വീട്ടിൽ ഇതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, ഇതെൻ്റെ വീടാണ്, ഈ വീട്ടിൽ ഞാൻ പറയുന്ന തീരുമാനം എന്നൊക്കെ പറയും. ഇത് നിങ്ങളുടെ മാത്രം വീടൊന്നുമല്ല, ഇത് അച്ഛൻ്റെയും കൂടെ വീടാണ്, അതുകൊണ്ട് അച്ഛനാണ് തീരുമാനിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, ഇവരിവിടെ താമസിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അച്ഛനാണ് ഉള്ളതെന്നൊക്കെ പറയും. അപ്പോഴത്തേനും വിമല അങ്ങ് വന്നല്ലോ നിൽക്കുകയാണ്. അപ്പോൾ വിമലയോട് ദേഷ്യം വരുന്നുണ്ട് ശ്രുതിക്ക്. അപ്പം സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നു, ശ്രുതി ഇങ്ങനെ അമ്മയോടുള്ള ദേഷ്യത്തിൽ നിൽക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.